ഹലോ ഗൈസ്, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കൂന്തൽ ചമ്മന്തിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യുക. കൂന്തൽ ചമ്മന്തി ഇടുന്നതിനായി ഞാനിപ്പോഴിവിടെ ആവശ്യത്തിനുള്ള കൂന്തൽ എടുത്ത് വച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കൂന്തലിട്ടിട്ട് ശകലം മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമുക്കടുത്ത് കൂന്തൽ വേകുന്ന സമയത്തേക്ക് അതിനുള്ള അരപ്പൊന്ന് അരച്ചെടുക്കാം. അതിനായി വേണ്ടത് അരക്കപ്പ് തേങ്ങ, ശകലം ജീരകം, ആവശ്യത്തിന് എരിവിനാവശ്യമായ മുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ശകലം വെളുത്തുള്ളി. പച്ചമുളക് വേണമെന്ന് താല്പര്യം, അതായത് എരിവ്, ആർക്കൊക്കെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടി ഇടാം. അരപ്പ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരയ്ക്കാൻ പാടില്ല. ആവശ്യത്തിന് നമ്മൾ പച്ചക്കറിക്കൊക്കെ ഇടുമ്പോൾ എങ്ങനെയാണോ അരയ്ക്കുന്നത് അതുപോലെയാണ് അരയ്ക്കേണ്ടത്. ഞാനിപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തിയുടെ പരുവം. നമുക്കിപ്പോൾ ഇവിടെ കൂന്തൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചൂട് പോകാനായിട്ട്. ഇതിനെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. കൈകൊണ്ട് നുള്ളി എടുക്കുകയും ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ കത്രിക കൊണ്ട് കട്ട് ചെയ്തെടുത്താലും മതിയാവും. കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മൾ അതൊന്ന് ഞാൻ കൈ കൊണ്ടാണ് നുള്ളിയെടുത്തത്. നിങ്ങൾ കൈ കൊണ്ടോ കത്രിക കൊണ്ടോ ചെയ്താൽ മതി. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട്. നമുക്കിനി പാൻ അടുപ്പത്ത് വയ്ക്കാം. ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ശകലം കടുക് ചേർക്കാം. ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, ശകലം സവാള ഉള്ളി ചേർക്കാം. ഇതിലേക്ക് ഇനി കണവ ആഡ് ചെയ്യാം. ഇളക്കി വിടാവുന്നതാണ്. നമ്മൾ നേരത്തെയാണ് ഉപ്പ് വേവിക്കാൻ സമയത്താണ് ഇട്ടത്. നമ്മളിപ്പോൾ ചമ്മന്തി അരച്ചപ്പോഴത്തേക്ക് ഉപ്പിടാത്തത് കൊണ്ട് ശകല ഉപ്പ് കൂടി ഒന്ന് ചേർക്കാം. ഞാൻ ശകല ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഒരു 5 മിനിറ്റ് വരെ തേങ്ങയിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് മൂടി വയ്ക്കാം. തീ വന്നിട്ട് സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്കും നമുക്ക് കൂന്തൽ ചമ്മന്തി റെഡിയായി. കൂന്തൽ ചമ്മന്തി റെഡിയായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്കിനി തീ ഓഫ് ചെയ്തിടാം.